നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ? അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ? എങ്കിൽ നിങ്ങൾക്കും വെറും 3 വർഷം കൊണ്ട് ഇനി ബിടെക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതെ, ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ക്ലാസുകൾ ലൈവ് സെഷൻസായും റെക്കോർഡഡ് സെഷൻസായും നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും. അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 5th മൊഡ്യൂളാണ്. സോ 5th മൊഡ്യൂളിൽ നമ്മൾ രണ്ട് മെയിൻ സംഭവങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോമും, രണ്ടാമത് ഫോറിയർ സീരീസും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഇൻവേഴ്സ് എന്താണ്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലാപ്ലേസ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നും. ബട്ട് എന്താ പഠിച്ചു വരുമ്പോഴത്തേക്ക് അത് ഈസി ആയിട്ട് വരും. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താന്ന് നോക്കാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇന്റഗ്രൽ ട്രാൻസ്ഫോം ആണ്. അതായത് ഒരു ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ, അതെ, ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ നമ്മൾ FT എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ നമ്മളൊരു കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമെയിൻ ആയിട്ട്, അതായത് FS എന്ന് പറയുന്ന ഒരു ഇതായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അതിപ്പോ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ നമ്മുടെ റൂമിൽ ഒരു എയർ കണ്ടീഷണർ ഞാൻ ഫിക്സ് ചെയ്തു. ആൻഡ് അത് ഞാനിപ്പോ IoT അല്ലെങ്കിൽ AI വെച്ചിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യണം, മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അതായത് റൂമിലെ ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുക. അതിപ്പോ റൂമില് ചൂട് കൂടുതലാണെന്ന് അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു AC എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി തണുപ്പ് റൂമിൽ അത് കൂട്ടണം, അല്ലെ? ഇപ്പൊ എന്താ ഭയങ്കര തണുപ്പ് റൂമിൽ, പുറത്തൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് റൂമിൽ ആവശ്യത്തിൽ കൂടുതൽ തണുപ്പൊക്കെ ഉണ്ട്, റൂം ടെമ്പറേച്ചറിനെക്കാട്ടിലും റൂമിലെ ടെമ്പറേച്ചർ എന്താണ്, ഒരു തണുപ്പാണ് എങ്കിൽ എന്ത് ചെയ്യണം, AC-യുടെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, തണുപ്പ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മാറ്റണം, അല്ലേ? സോ അങ്ങനത്തെ ഒക്കെ കേസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആരെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ ചെയ്യുന്നത്, ടൈം ഡൊമെയിൻ എടുക്കും. അതായത് ഓരോരോ സമയത്തെയും ടെമ്പറേച്ചർ എത്രയാണെന്ന് ചെക്ക് ചെയ്യും, അല്ലേ? നമ്മൾ ടൈം ഡൊമെയിൻ FT എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ AC എന്ത് ചെയ്യും, ഓരോരോ സെക്കൻഡിലും നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ എന്താക്കി മാറ്റും, പിന്നെ ഒരു ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ ആക്കി മാറ്റും, അല്ലേ? അതെന്ത് ചെയ്യും, പിന്നെ അതൊരു ഓരോ സമയത്തെയും ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അത് അടുത്തൊരു കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? സോ ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റൂം ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് കിട്ടും, അല്ലേ? സോ ഇങ്ങനത്തെ ഒക്കെ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് FT എന്ന് പറയുന്ന ടൈം ഫംഗ്ഷനെ എന്താക്കി മാറ്റും, FS എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ ആക്കി നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലാപ്ലേസിന്റെ ഇക്വേഷൻസ്. സോ ഇതിന് മെയിൻലി കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് ട്രിഗ്നോമെട്രി ഇന്റഗ്രൽസും ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മള് സൈന്, കോസ്, വേരിയബിൾസ്, ഇതിന്റെയൊക്കെ റിസൾട്ട്സ് എന്താന്നൊക്കെ നമ്മൾ കുറെ പഠിച്ചായിരുന്നു, അല്ലേ, കാൽക്കുലസിനകത്തൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ആ ഇക്വേഷൻസിനെ എന്ത് ചെയ്താൽ ഡയറക്ട്ലി ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു പണിയെ നമുക്കുള്ളൂ. ചിലപ്പോൾ ഇച്ചിരി മോഡിഫിക്കേഷൻസും വരുത്തേണ്ടി വരും. ആൻഡ് ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് നമുക്ക് മെയിൻലി ഇവിടെ ചെയ്യാനുള്ളത്. സോ റിലേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആയിട്ട് വരും. സോ നമ്മുടെ FT എന്ന് പറയുന്ന ഒരു ടൈം ഡൊമെയിൻ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ FT എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ ആയി FS ആയിട്ടായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. ഓക്കെ, സോ എന്തൊരു ഇന്റഗ്രൽ 0 to ∞ e⁻st FT dt എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റിയിരുന്നത്. നമ്മുടെ ലാപ്ലേസ് ആയിട്ട് നമ്മുടെ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 0 to ∞ e⁻st FT dt എന്നുള്ള രീതി മാറ്റാം. ഇവിടെ FT എന്ന് പറഞ്ഞ ആരാണ്, നമ്മുടെ ഒറിജിനൽ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇവിടുത്തെ S എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് ഫ്രീക്വൻസി വേരിയബിൾ ആണ്, അല്ലേ? ആൻഡ് FS എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ ആണ്.
ഓക്കെ, സോ അപ്പൊ ബേസിക്കലി ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് മെയിൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കൺവേർട്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇൻടു ഓൾജിബ്രായിക് ഇക്വേഷൻസ് അല്ലെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഓൾജിബ്രായിക് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നത്? ഫെസിലിറ്റീസ് ദ അനാലിസിസ് ഓഫ് സിസ്റ്റംസ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിലൊക്കെ സിസ്റ്റങ്ങളെയൊക്കെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും, ഫെസിലിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ കൺട്രോൾ സിസ്റ്റംസും സിഗ്നൽ പ്രോസസ്സിംഗും സർക്യൂട്ട് അനാലിസിസ് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞത്. അങ്ങനത്തെ എല്ലാ സിസ്റ്റംസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ കണ്ടീഷൻസ് ഫോർ എക്സിസ്റ്റൻസ്. അപ്പൊ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടായിരിക്കണം. ഒന്നെന്താണ്? എഫ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ എവറി ഫൈനൈറ്റ് ഇന്റർവൽ ഇൻ 0,∞. അതായത് 0,∞ എന്ന് പോകുന്ന നമ്മുടെ ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റ്സ്, 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ പോയിന്റ്സിലും നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ എന്താവാൻ പാടില്ല? ഡിസ്കണ്ടിന്യൂ ആയിട്ട് പോകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? there exists constants m such that m and a such that f of t is less than or equal to m e raised to at for all t less than 0. സോ ഈ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ലാപ്ലേസ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ നോക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ പഠിച്ചാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 to ∞ എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇത്രയത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എഫ് ഓഫ് എസ്. സോ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ലാപ്ലേസ് ഓഫ് എന്താണ്? ലാപ്ലേസ് ഓഫ് നമ്മുടെ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ ആയ എഫ് ഓഫ് ടിനെ നമ്മൾ എന്താക്കി മാറ്റും? ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ മെയിൻലി ചെയ്യുക. ഓക്കെ, ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമെയിൻ ഫംഗ്ഷൻ ആയിട്ട് മാറ്റുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് ടി എന്ന് പറയുന്ന ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എവിടുന്ന് എവിടം വരെ? 0 to ∞ എന്ത് ചെയ്യുക? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ, മൈക്ക്. ഒരു 5 മിനിറ്റ് ആയി കേട്ടോ. ഹലോ, മൈക്ക് ഓണാ. ഓക്കെ, സോ നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡൊമെയിൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 0 to ∞ എഫ് ഓഫ് ടി ഡി ടി. നമ്മുടെ ടൈം ഡൊമെയിൻ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? 0 to ∞ എന്നുള്ള ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതേ ഇൻറ്റു എന്തുകൂടെ ചെയ്യണം? ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അതായത് വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക 0 to ∞. നമ്മുടെ ഫംഗ്ഷനോട് എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം? ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനോട് എന്ത് ചെയ്യണം? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ ഞാൻ എൽ ഓഫ് 1, ഇപ്പൊ നമ്മള് തുടക്കം ആയതുകൊണ്ട് നമുക്കിപ്പം ഇതിന്റെയൊക്കെ ആദ്യം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കാണാൻ പഠിക്കും കേട്ടോ. ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിപ്പോ എങ്ങനെയാന്ന് ഡിറൈവ് ആയി വന്നേന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഒരെണ്ണം പറയാം. എൽ ഓഫ് 1, അതായത് ലാപ്ലേസ് ഓഫ് 1 എന്താന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ലാപ്ലേസിന്റെ ഇക്വേഷൻ എന്താന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? എഫ് ഓഫ് ടി, സോറി, എൽ ഓഫ് എഫ് ഓഫ് ടി അല്ലെ. എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 to ∞ എഫ് ഓഫ് ടി എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടൈം ഡൊമെയിൻ ഫംഗ്ഷനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിൻ ആയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. എൽ ഓഫ് 1 ഇപ്പൊ നമ്മുടെ എന്താണ്? എഫ് ഓഫ് ടി ആയിട്ട് ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ നമ്മുടെ എഫ് ഓഫ് ടി ആരാണ്? 1 ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇന്റഗ്രൽ 0 to ∞ 1 ഇൻറ്റു ഈ എന്താണ് ഇവിടെ ഉള്ളത്? ഇ റേസ് ടു മൈനസ് എസ് ടി കൊടുക്കണം അല്ലെ. അപ്പൊ എന്ത് കൊടുക്കും? ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് കൊടുക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസർ എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇ റേസ് ടു മൈനസ് എസ് ടിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. നമുക്കറിയാം എന്ത്? ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു എ എക്സ് ബൈ എ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തായി മാറും? ഇന്റഗ്രൽ 0 to ∞ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോമിലാണല്ലോ കിടക്കുന്നത് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റഗ്രൽ 0 to ∞, സോറി, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് എന്ന് പറഞ്ഞത് ഇ റേസ് ടു എ എക്സ് ബൈ എ ആണല്ലേ. അപ്പൊ എങ്ങനെ വരും? ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ, ഇവിടെ എ ആരാ? മൈനസ്, ഈ ഒരു മൈനസ് എസ് ആണ് അല്ലേ. കാരണം ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ കണ്ടോ, ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടി ആണ്, ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? മൈനസ് എസ്. സോ ഡിവൈഡഡ് ബൈ ഒരു മൈനസ് എസ് ഉണ്ട്. ലിമിറ്റ് എവിടെ നിന്ന് എവിടം വരെയാണ്? 0 to ∞. നമുക്കിനി എന്ത് ചെയ്യാം? ഈ വാല്യൂ കൊടുക്കാം അല്ലെ.
അപ്പൊ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്തായി മാറും ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് എന്ന് വരും അല്ലെ. മൈനസ് എന്താ വരിക ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 0 ബൈ മൈനസ് എസ് എന്നായിരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. അപ്പൊ ഈ ടേം എന്തായി പോകും ഇ റേസ് ടു ഈ ഒരു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി പറയുമ്പോൾ 0 ആണ്. അപ്പൊ ഈ ഒരു ടേം മണ്ടക്കത്തെ ടേം പറയുമ്പോൾ 0 ആയി. അപ്പൊ 0 ബൈ മൈനസ് എസ് എന്നായി അല്ലെ. ഇപ്പൊ ബാക്കി മൈനസ് ഇവിടെ എന്ത് വരും ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 0. ഇ റേസ് ടു 0ന്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പൊ നമുക്ക് എന്താ വരിക മൈനസ് എന്ത് വരും 1 ബൈ മൈനസ് എസ് എന്ന് വരും അല്ലെ. ഓക്കെ, അപ്പൊ ഈ ടേം എന്തായി പോകും 0 ആയി പോകും. ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക 0 മൈനസ് 1 ബൈ മൈനസ് എസ് അല്ലെ. അപ്പൊ എന്താവും ഈ ഒരു മൈനസും ഈ മൈനസും എന്തായി മാറും പ്ലസ് ആയി മാറും അല്ലെ. ഇസ് ഈക്വൽ ടു എന്തായി മാറും 1 ബൈ എസ്. അപ്പൊ എന്താണ് എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടിയത് 1 ബൈ എസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ് 1 ബൈ എസ് ആണ്. സോ എന്നിട്ട് നമ്മൾ എൽ ഓഫ് 1 കണ്ടുപിടിക്കാൻ നിൽക്കത്തൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും പഠിച്ചു വെക്കും. എൽ ഓഫ് 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ബൈ എസ് ആയിട്ട് നമ്മൾ എവിടെയൊക്കെ ചോദിക്കുന്നു അവിടെ അങ്ങ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. എൽ ഓഫ് ടി ആണ് എന്തെന്ന് പറയുന്നത് എന്റെ ലാപ്ലേസ് ഫംഗ്ഷൻ ആയിട്ട് നമ്മുടെ ടൈം ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് എന്ത് ചെയ്യണം ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യണം. അത് എൽ ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്തൊരു ഇന്റഗ്രൽ 0 ടു ടി എന്താണ് എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ എന്താ എഫ് ഓഫ് ടി ആയിട്ട് നമുക്ക് എന്താ തന്നേക്കുന്നത് ടി ആണ് അല്ലെ. അപ്പൊ എന്തൊരു ഇന്റഗ്രൽ 0 ടു ടി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കാം എന്താണ് ടിയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. നമുക്കറിയാം ഇന്റഗ്രൽ യു വി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി മൈനസ് എന്താണ് യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കും അല്ലെ. യുവിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് വി. ഈ ഒരു വിയുടെ ഡബിൾ ഇന്റഗ്രൽ ഇതിന്റെ ഇത് തന്നെ നമുക്ക് വീണ്ടും നമ്മൾ ചെയ്യും അല്ലെ. അങ്ങനെ എവിടം വരെ പോകും ഇത്. അപ്പോൾ ആദ്യത്തേനെ ഇവിടെ നിർത്തും, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും, പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും, യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കും, പിന്നെ അതിന്റെ ഇന്റഗ്രൽ ചെയ്യും. അറിയാലോ പ്രോഡക്റ്റ് റൂൾ നമ്മൾ ചെയ്ത് പോകുന്നത് അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പോ എങ്ങനെയാവും നോക്കാം. ഇവിടെ എന്തായി മാറും ഇവിടെ ഒരു ടി ഉണ്ടല്ലേ. അപ്പൊ ടീനെ ഞാൻ അവിടെ നിർത്തി. ബാക്കി ആരാ ഉള്ളത് ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി. നമ്മൾ മണ്ടയ്ക്ക് ചെയ്തായിരുന്നു എന്തായിരുന്നു ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ആണ് അല്ലെ. അപ്പൊ അതവിടെ കൊടുക്കാം. എന്തൊരു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ആണ് നമുക്ക് എന്ത് വരിക അതിന്റെ ഇന്റഗ്രൽ ആയിട്ട് വരിക. ഓക്കെ, മൈനസ് ഇനി എന്ത് ചെയ്ത് ഈ ഒരു കിടക്കുന്ന ടിയുടെ എന്ത് ചെയ്യണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലേ. അപ്പൊ എന്താണ് ഡി നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് അല്ലെ. അപ്പൊ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായി 1 ആയി. ഇനി എന്ത് ചെയ്യണം ഈ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസിന്റെ എന്ത് ചെയ്യണം വീണ്ടും എന്ത് ചെയ്യണം നമ്മൾ ഇന്റഗ്രൽ എടുക്കണം അല്ലെ. അപ്പൊ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിട്ടാ വരുന്നത് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് എന്നാ വരുന്നത് അല്ലെ. പക്ഷെ ഡിനോമിനേറ്ററിൽ ഓൾറെഡി എന്തുണ്ട് ഒരു മൈനസ് എസും കൂടി ഉണ്ട്. അപ്പൊ ഈ മൈനസ് എസ് ഇൻറ്റു മൈനസ് എക്സോട് ചേരുമ്പോൾ എന്തായി മാറും പ്ലസ് എസ് സ്ക്വയർ ആയി മാറുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം എന്തായി മാറും ഇവിടെ എസ് സ്ക്വയറിനായിട്ട് മാറും. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യണം ഈ കിടക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ആണ് അല്ലെ. അപ്പൊ 0 ഇൻറ്റു ഇനി എന്ത് ഡെറിവേറ്റീവ് ഇതായത് എന്തായി പോകും ആ 0 ആയിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ഇവിടുന്ന് ഇവിടം വരെയാണ് 0 ടു ടി ആണ് നമ്മുടെ ലിമിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ നമുക്ക് പറഞ്ഞായിരുന്നു ഇ റേസ് ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ. അപ്പൊ ഈ ടേം എന്തായിപ്പോയി 0 ആയിപ്പോയി. സോ 0 ബൈ മൈനസ് എസ് എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 0 ആണ് അല്ലെ. അപ്പൊ എന്താ വരുന്നത് ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആദ്യം ഇവിടെ ഇൻഫിനിറ്റി ആണ് കൊടുത്തപ്പോൾ മാറിപ്പോയി കേട്ടോ ഇൻഫിനിറ്റി. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ടേം എന്തായിപ്പോ കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. ഈ മൈനസ് ഇവിടെ അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 0 ബൈ എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 0. അപ്പൊ അത് എന്തായിപ്പോയി 0 ആയിപ്പോയി അല്ലെ. ഇനി എന്തുണ്ട് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം 0 എന്ന് പറയുന്നത് എന്തുവരും ഇവിടെ ടി എന്ന് പറയുന്നത് 0 ആയിപ്പോയി ഇൻറ്റു ഇനി 0 ഇൻറ്റു ഇനി ഇങ്ങോട്ട് ഇ റേസ് ടു 0 കൊടുത്താൽ എന്താ 0 ഇൻറ്റു വരുമ്പോൾ 0 വരുന്നോണ്ട് ഈ ഒരു ടേം 0 ആയി. മൈനസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്താവും ഇവിടെ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് അല്ലെ. അപ്പൊ എന്തൊരു 1 ബൈ എസ് സ്ക്വയർ എന്ന് വരും അല്ലെ. അപ്പൊ നമുക്ക് എന്താ ആൻസർ ആയിട്ട് കിട്ടുന്നത് എൽ ഓഫ് ടി
എൽ ഓഫ് ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത് 1/s². ഇതാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടിയത്. സോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി, പിന്നെന്താ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഇത് ഇങ്ങനെ ഇരുന്ന് മാനുവലി കഷ്ടപ്പെട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കുറച്ച് എപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് റിസൾട്ട്സ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ. സോ പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കണ്ടോ ഇൻവേഴ്സ് നമ്മൾ പഠിക്കും, എന്നാലും ഒന്ന് പറയുവാണ്. ഇവിടെ എന്താ എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ് അല്ലെ. അപ്പോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും. ഓക്കെ. എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/s. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് 1/1 എന്ന് പറയുമ്പോൾ എന്താ 1/s എന്ന് പറയുമ്പോൾ ഈ ടേം ആയിരിക്കും വരുന്നത്, അതായത് 1 ആയിരിക്കും വരുന്നത് അല്ലെ. എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ് എങ്കിൽ എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ് എങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് എൽ ഓഫ് ടി എന്ന് പറയുന്നത് 1/s². അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² എന്ന് പറഞ്ഞ റിസൾട്ട് എന്തായിരിക്കും, ടി ആയിരിക്കും. ഓക്കെ. സോ ഇത് തിരിച്ചു മറിച്ച് എന്ത് ചെയ്യാ പഠിച്ചു വെക്കുക. ഇവിടെ ഒരു റിസൾട്ട് പഠിച്ചാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു മറിച്ച് എന്താ ഇൻവേഴ്സും പ്രോപ്പർട്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ഇക്വേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത് എൽ ഓഫ് t⁻n എന്നൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ എൽ ഓഫ് t⁻1 ആയിരുന്നു, അപ്പൊ 1/s² ആയി. അപ്പൊ എന്താണ് ഇനി എൽ ഓഫ് t² എന്നെല്ലാം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ഈ ഇക്വേഷൻ തന്നെ ആയിരിക്കും യൂസ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും 1/s³ ആയിരിക്കും. ഓക്കെ. സോ ഇതേപോലെ നമ്മൾ എന്ത് ഡെറിവേറ്റീവ് ഇന്റഗ്രേഷനകത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ കൊടുത്തു പോകും. ഓക്കെ. ഇവിടെ ഈ ഇത്രയും റിസൾട്ട്സും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്രയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. എന്തൊക്കെയാ നമ്മുടെ ഇക്വേഷൻ, എൽ ഓഫ് 1 = 1/s. നമ്മളതിപ്പോ പ്രൂവ് ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പൊ എന്താ എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറയുമ്പോൾ തിരിച്ചു വരും അല്ലേ, അതായത് 1 ആണ്. അടുത്ത എൽ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, 1/s² ആണ്. അപ്പൊ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² എന്ന് പറയുമ്പോൾ എന്തായി, ടി ആയി. അടുത്ത എൽ ഓഫ് t⁻n എന്ന് പറഞ്ഞാൽ എന്താണ്, n⁴/s⁻n+1 ആണ്. അപ്പൊ എന്താ എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁻n+1. ഈ സാധനത്തിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തും t⁻n ആയിട്ട് വരും, t⁻n/n⁴. ഓക്കെ. കാരണം എന്താണ് എങ്ങനെ വന്നേ, ഓക്കെ. ഇവിടെ എന്താ വന്നേക്കുന്നത്, എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁻n+1. അപ്പൊ ഇവിടെ മണ്ടക്കുണ്ടാകുന്ന n⁴ ഇല്ല അല്ലെ, അതായത് 1/s⁻n+1 എടുത്തുള്ളൂ. അതുകൊണ്ട് എന്ത് വരും, അതിന്റെ എൽ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, നമ്മൾ ഈ ഒരു n⁴ അപ്പൊ എന്ത് ചെയ്യും, അപ്പുറത്ത് പോയി ഡിവൈഡ് ആവും അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തോട്ട് കൊണ്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും, t⁻n/n⁴ നമ്മുടെ റിസൾട്ട്. അതുപോലെ e⁻t എന്ന് പറഞ്ഞാൽ 1/s-a. അപ്പൊ 1/s-a ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ e⁻t. പിന്നെ sin a t. sin a t എന്തൊരു എൽ ഓഫ് sin a t എന്ന് പറഞ്ഞാൽ a/s² + a², cos a t എന്ന് പറഞ്ഞാൽ s/s²+a². അത് കേട്ടോ, sin a t ആയിരുമ്പോൾ ന്യൂമറേറ്റർ എന്തായിരുന്നു, a ആയിരുന്നു, a/s² + a². cos a t ആയപ്പോ s/s² + a² എന്നാണ്, ഇത് s² + a² എന്നാണ് ഡിനോമിനേറ്റർ. അടുത്ത് sin h_a_t, cos h_a_t എന്താണ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ് അല്ലേ. സോ sin h_a_tയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, a/s² - a². cos h_a_tയുടെ എന്തായിട്ട് വരും, s/s² - a². സോ എപ്പോഴും ആലോചിച്ചോണം, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ സൈൻ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് കൊടുക്കണം, എ കൊടുക്കണം. കോസ് ആണെങ്കിൽ എസ് കൊടുക്കണം. ഇതേപോലെയൊക്കെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായിരിക്കും പഠിക്കാൻ. അതിന്റെ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആയ sin h_a_t എന്നുള്ള ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, e⁻at - e⁻at/2. ഇതാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാപ്ലേസിലേക്കൊക്കെ കൊടുക്കുക. ഇത്രയും റിസൾട്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇത് ഇത്രയും നല്ല വൃത്തിക്ക് പഠിക്കുക. ഓക്കെ. ഇത് ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് എന്താ എഴുതാവുന്നതേ ഉള്ളൂ, ഇൻവേഴ്സ് എഴുതാവുന്നതേ ഉള്ളൂ. അതിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആയാൽ മാത്രമേ അത് നമുക്ക് വഴങ്ങി നന്നായിട്ട് വരത്തുള്ളൂ. ഓക്കെ. സോ ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻസ്. ഫോളോയിങ് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഓക്കെ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, e⁻²t. e⁻²t എന്താന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാ ഇത് ഓരോന്നും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ, ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്ന ഓരോരോ പ്രോബ്ലത്തിന്റെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് e⁻²t എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എൽ ഓഫ് e⁻at, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എന്ന് പറയുന്നത് 1/s-a ആണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനായി മാറും, e⁻t - a. e⁻t - a എന്ന് പറയുന്നത് 1/s-a ആണ്. 1/s-a എന്ന് പറയുന്നത് 1 / s² - s². 1/s-a എന്ന് പറയുന്നത് 1 / s². 1 / s² - 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 s². 1
ഇ റേസ് ടു 2t ലാപ്ലേസ് ട്രാൻസ്ഫോം വരുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 2t ഡയറക്റ്റ് വന്നേക്കുവാണല്ലോ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ വരുന്നത് 2 ആണ് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് വരും 1/s-2 ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കൺവേർട്ട് ചെയ്തത് ഇതാണ്. മീൻസ് സാധാ ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തത് ഇങ്ങനെയാണ്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു -3t. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -3t നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ എന്താ വരിക, എയുടെ വാല്യൂ എന്ന് പറയുന്നത് -3 ആണ്. അപ്പൊ എന്തൊരു 1/s-3 എന്ന് വരും അല്ലെ, എന്ന് പറഞ്ഞാൽ എന്താണ് 1/s+3. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും 1/s+3 ആയിരിക്കും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടി ക്യൂബിന്റെ എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എന്തൊരും L ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് L ഓഫ് ടി റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n+1 ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊരും L ഓഫ് ടി ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണ് 3 ആണ് അല്ലേ. അപ്പൊ എന്തൊരും 3 ഫാക്ടോറിയൽ ബൈ s റേസ് ടു 3+1 അല്ലേ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ആണ് എന്ന് പറയുമ്പോൾ 6 ആണ് അല്ലേ. അപ്പൊ എന്തൊരും 6/s-4 ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് L ഓഫ് cos 2t ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താന്ന് എഴുതണം. അപ്പൊ നമുക്കറിയാം എന്താണ് L ഓഫ് cos 80 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ പഠിക്കണം, ഇതൊക്കെ s/s² + a² ആണ് അല്ലെ. അപ്പൊ ഇത് എന്തായി മാറും, L ഓഫ് cos 2t എന്തായി മാറും s/s². ഇവിടെ എയുടെ വാല്യൂ എന്താണ് 2 ആണ് അല്ലെ. അപ്പൊ എന്ത് വരും +2² എന്ന് പറയുമ്പോൾ 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ L ഓഫ് sin 2t ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താന്ന് എഴുതണം. അപ്പൊ നമുക്കറിയാം L ഓഫ് sin 80 എന്തായിട്ടാ വന്നേക്കുന്നത് ഇസ് ഈക്വൽ ടു a/s² + a² ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇവിടെ എന്താണ് എയുടെ വാല്യൂ 2 ആണ് അല്ലേ. അപ്പൊ എന്തൊരു 2/s² sin 3t ആണല്ലേ, സോറി sin 3t ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, sin 3t. അപ്പൊ എയുടെ വാല്യൂ 3 ആയിട്ട് മാറിയേ. അപ്പൊ എന്തുവരും 3 ആണെങ്കിലും 2 ആണെങ്കിലും സെയിം തന്നെ. അപ്പൊ എന്തുവരും 3 എയുടെ വാല്യൂ 3/s² പ്ലസ് എന്താ a² എന്ന് പറയുമ്പോൾ എന്താണ് 3² എന്ന് പറയുമ്പോൾ 9. സോ ഇതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h5t. cos h5t എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എങ്ങനെ വരും, നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s/s² -a² ആണെന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ കൊടുക്കുമ്പോൾ എന്തായി വരും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h5t എന്ന് പറയുമ്പോൾ എന്തായി മാറും s/s² മൈനസ് ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ് 5 ആണല്ലേ. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. ഇതായിരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പൊ കണ്ടോ, നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന ഫോർമുല പഠിച്ചു വെക്കുക. ഈ ഒരു ഫോർമുലാസ് എല്ലാം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. അപ്പൊ ഇത് എങ്ങനെ മാറിയും തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ആൻസേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h80 എന്താ നോക്കാം. sin h3t. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻ അറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin h80 എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്, a/s² - a² ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ വാല്യൂ എന്താണ്, ഇവിടെ 3 ആണ് അല്ലേ. അപ്പൊ എന്തൊരു 3/s² - 3² എന്ന് പറയുമ്പോൾ 9. ഓക്കെ, അപ്പൊ എന്തൊരു 3/s² - 9. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഫംഗ്ഷൻസിനകത്തും നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാവേ. നമ്മുടെ ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താ പെട്ടെന്ന് ഓരോന്ന് അഡീഷൻ ഓപ്പറേഷൻ ഒക്കെ വരാൻ നേരം പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള. അപ്പം നമുക്ക് മെയിൻലി നമുക്ക് 2 പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ,
സോ നമുക്ക് നോക്കാം എന്താണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണുള്ളത്. സോ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ അല്ലെ. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എൽ ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി, അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ എ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് ബി ജി ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഈ രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മിന്റെ എന്ത് ചെയ്യുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരുന്നാൽ മതി, ഈ ഒരു എ ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നും എനെ പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കുക. എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കുക. ആൻഡ് ഓപ്പറേറ്റർ അതേപോലെ ഇടുക. പ്ലസ് ബാക്കി അടുത്ത ടേമിൽ നിന്ന് എന്ത് ചെയ്യുക, ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുക. ആൻഡ് എൽ ഓഫ് എന്ത് ചെയ്യുക, ജി ഓഫ് ടി കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, എൽ ഓഫ് സൈൻ നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് സൈൻ 3t, സോറി എൽ ഓഫ് 3 sin t പ്ലസ് 2t എന്ന് പറയുന്ന എന്ത് ചെയ്യണം, ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന പറഞ്ഞത് 3 കോൺസ്റ്റന്റിനെ പുറത്തെടുത്തു ഇൻറ്റു എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്താന്നുള്ളത് എഴുതുക. പ്ലസ് ഇവിടെ എന്താണ് ടി കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്താന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് 1/(s²+1) ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, 3 ഇൻറ്റു 1/(s² + 1) പ്ലസ് എന്ത് വരും, 2 ഇൻറ്റു എൽ ഓഫ് ടിയുടെ എന്തായിട്ട് വന്നേക്കുന്നത് 1/s², സോ 2 ഇൻറ്റു 1/s² എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 3/s² + 1 പ്ലസ് എന്താണ് 2/s². സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഇവിടെ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് e⁻² പ്ലസ് 3e⁻−t പ്ലസ് 5 ഇതിന്റെ എന്ത് ചെയ്യണം, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എല്ലാം ഇടയ്ക്ക് എന്തുണ്ട്, അഡീഷൻ ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് എൽ ഓഫ് e⁻²t പ്ലസ് എന്താണ് എൽ ഓഫ് 3e⁻−t പ്ലസ് എൽ ഓഫ് 5 എന്നുള്ള രീതി കൊടുക്കാല്ലേ. അപ്പൊ എന്താ, 5 ഒരു കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്താ എന്നേക്കുന്നത്, എങ്ങനെ നമ്മൾ എഴുതുന്നത്, എൽ ഓഫ് e⁻²t പ്ലസ് എൽ ഓഫ് 3e⁻−t പ്ലസ് എൽ ഓഫ് 5 എന്നുള്ള രീതി കൊടുക്കാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം, ഇവിടെ എൽ ഓഫ് e⁻²t തന്നെ, ഇവിടെ 3 കോൺസ്റ്റന്റ് ആണല്ലോ, കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം അല്ലെ. പുറത്തെടുക്കുമ്പോൾ എന്തൊരു 3 എൽ ഓഫ് e⁻−t എന്നായി. ഇവിടെ 5 കോൺസ്റ്റന്റ് ആണല്ലോ, 5നെ പുറത്തെടുത്താൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുന്ന, ഒരു 1 അല്ലേ ഉണ്ടാവത്തുള്ളൂ. സോ 5 ഇൻറ്റു എൽ ഓഫ് 1. ഇനി e⁻²t നമുക്കറിയാം, e⁻⁸ യുടെ എന്താണ് 1/s−a ആണ് അല്ലെ. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ വന്നേക്കുന്നത്, 2. അപ്പൊ എന്താ വന്നേക്കുന്നത്, എൽ ഓഫ് e⁻²t യുടെ റിസൾട്ട് എന്താണ്, 1/s−2. അടുത്ത 3 ഇൻറ്റു എൽ ഓഫ് e⁻−t. e⁻−t യുടെ റിസൾട്ട് എന്താണ്, 1/s+1 ആണ് അല്ലെ, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്തൊരു 3 ഇൻറ്റു 1/s+1, അതായത് 1/s−a ആയിട്ടാ വരുന്നത് അല്ലെ, 1/s−a. ഇവിടെ എന്താ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പൊ എന്ത് വരും, മൈനസ് ഓഫ് -1 എന്ന് വരും അല്ലെ. അപ്പൊ എന്താണ് s+1, അതാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, 1/s+1 എന്ന് വന്നേക്കുന്നത്. പ്ലസ് എൽ ഓഫ് 1ന്റെ റിസൾട്ട് നമുക്കറിയാം എന്താണ്, 1/s, സോ 5/s. ഇത് 5ഉം s-ഉം ആണ് അതുപോലെ. അപ്പൊ ഇതായിരിക്കും എന്താ പറയുക നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, നമുക്കിങ്ങനെ ഓരോന്നിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച്, സോ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ആ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, 2t + 3² ഈ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിട്ട് തന്നിരിക്കുന്നത്, 2t + 3² അപ്പൊ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെയും മാറ്റണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറ്, a+b² വെച്ച് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. a+b² എന്താണ്, a² + 2ab + b² ആണ് അല്ലെ. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തോരും, 2t² പ്ലസ് 2 ഇൻറ്റു 2t ഇൻറ്റു 3 പ്ലസ് 3² എന്ന് വരും അല്ലെ. അപ്പൊ എന്താ വരുന്നത്, 4t² പ്ലസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 12 അല്ലെ. അപ്പൊ 12t + 9 ഇതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരുന്നത്
ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ലാപ്ലേസ് ഫംഗ്ഷൻ ഓഫ് എന്താണ് 2t + 3 the whole square എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ലാപ്ലേസ് ഓഫ് എന്താണ് ഈ ഒരു ഫംഗ്ഷൻ അല്ലേ, അതായത് 4t² + 12t + 9 ആയിട്ട് മാറും. ഇനി നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സുഖമായിട്ട് അപ്ലൈ ചെയ്യാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനിൽ 4 കോൺസ്റ്റന്റ് അല്ലെ, അപ്പൊ അതിനെ പുറത്തെടുക്കാം. ബാക്കി എന്താ വരുന്നത്, ഇപ്പൊ 4 × ലാപ്ലേസ് ഓഫ് എന്താണ് t² പ്ലസ് ഇവിടെ 12 കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുത്തു. ബാക്കി എന്താണ് ലാപ്ലേസ് ഓഫ് t. ഇവിടെ 9 കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തെടുത്തു. ബാക്കി എന്താ വരുന്നത്, ലാപ്ലേസ് ഓഫ് 1. നമുക്ക് എന്ത് ചെയ്തിട്ട് ഓരോന്നിന്റെയും ഇട്ട് കൊടുക്കാം അല്ലെ. ആദ്യം എന്താണ് 4 × ഇവിടെ എന്താ വന്നിരിക്കുന്നത് L(t²) അല്ലെ. ഇപ്പൊ നമുക്കറിയാം L(t⁻n) എന്ന് പറഞ്ഞാൽ എന്താണ് n⁴ s(n+1) ആണ് അല്ലെ. ഇവിടെ n-ന്റെ വാല്യൂ എന്താണ് 2 ആണ്. അപ്പൊ എന്തുവരും 2⁴ എന്താണ് s(2+1) അല്ലെ. s(2+1) എന്ന് പറയുമ്പോൾ എന്താണ് s(3) പ്ലസ് 12 × L(t)യുടെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ L(t)യുടെ റിസൾട്ട് എന്ന് പറയുന്നത് 1/s² ആണ് അല്ലെ. ഇപ്പൊ എന്തൊരു 12 × 1/s². ഓക്കെ, പ്ലസ് 9 × L(1)ന്റെ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് 1/s ആണ് അല്ലെ. അപ്പൊ എന്തൊരു × 1/s. ഓക്കെ, ഒന്ന് എന്ത് ചെയ്യാമെന്നൊന്നും മര്യാദയ്ക്ക് പ്രോപ്പർ ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഇവിടെ എന്താ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 അതായത് 2 തന്നെ അല്ലെ. അപ്പൊ 2 × 4 എന്ന് പറയുമ്പോൾ 8/s³ പ്ലസ് 12/s² പ്ലസ് 9/s. ഇതാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ 2t + 3 the whole square എന്ന് പറയുന്നത് എന്താണ് 8/s³ പ്ലസ് 12/s² പ്ലസ് 9/s ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇതെല്ലാം നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇതേപോലെ എന്തെങ്കിലും തരാം, എന്നിട്ട് അതിന്റെ ആൻസർ എന്താണ് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് മെയിൻലി ലാപ്ലേസിന്റെ ഇതിന് ചോദിക്കുന്നത്. ചിലപ്പോൾ അത് ഇൻവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സാധാ ആയിരിക്കാം. അത് കൂടുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ,